ചേരുന്നുണ്ട്. ബിജു, ആദ്യം ഈ റിവാൾഡോയെ പരിചയപ്പെടുത്തുന്നത് ബിജു തന്നെയാണ് അല്ലേ? ഏറെ കാലങ്ങൾക്ക് മുൻപ് എങ്ങനെ എത്ര ആളുകളോട് ഇങ്ങനെ ഇണങ്ങിക്കഴിയുന്ന ഒരു ആനയുണ്ട് എന്ന് വളരെ കൗതുകത്തോടെ ആളുകൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു. പിന്നീട് അതിനെ കാണാതെ പോകുന്നു, ആളുകളുടെ ഒരു വിഷമം അല്ലേ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്താണിപ്പോൾ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? അങ്ങനെ ഒരു ഇത്രയും ഒരു പെട്ടെന്ന് ജീവൻ നഷ്ടമാകാൻ പാകത്തിൽ മറ്റാനകളുമായിട്ടുള്ള വലിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ? ഇന്ന് ഉച്ചയ്ക്ക് 12:45 അതിന്റെ സ്ഥിരം പ്രദേശമായ വാഴത്തോട്ടത്തിനടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് പ്രായാധിക്യമുണ്ട്. പിന്നെ അതിന്റെ ശരീരത്ത് നേരത്തെ മുറിവുകളുണ്ടായിരുന്നു, മറ്റാനകളുമായുള്ള ഏറ്റുമുട്ടലുകൾ എന്നാണ് തദ്ദേശവാസികളെന്ന് പറഞ്ഞത്. എന്തായാലും അതിന്റെ വേർപാട് ഞങ്ങൾക്കും എന്റെ ക്യാമറാമാനായിരുന്ന ബിനു തോമസ്, ഡ്രൈവർ ബിനീഷ്, ഈ 3 പേരാണ് അന്ന് ഇതിന്റെ ജീവിതം പലതവണ വേർത്തുമ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നത്. അവർക്കൊന്നും ഈ വാർത്ത ഒരുപക്ഷെ താങ്ങാൻ കഴിയില്ല. നമ്മുടെ അരിക്കൊമ്പന് ജീവൻ വെപ്പിച്ചതും റിവാൾഡോയുടെ ജീവിതമായിരുന്നു. അന്ന് 2-3 വർഷം മുമ്പ് അരിക്കൊമ്പനെ വെടിവെച്ച് പിടിക്കാൻ വനംവകുപ്പ് ഉത്തരവിട്ട അവസരത്തിലാണ് റേഡിയോ കോളറുമായിട്ട് ഇങ്ങനെ റിവാൾഡോ ജീവിക്കുന്ന ഒരു വാർത്ത ഞങ്ങൾ അന്ന് മാതൃഭൂമി ന്യൂസ് ചെയ്തത്. ആ വാർത്ത കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജയശങ്കർ നമ്പ്യാരും അതുപോലെ മറ്റൊരു ജഡ്ജിയും കൂടെ ചേർന്നാണ് ഈ വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് അരിക്കൊമ്പനെ വെടിവെച്ച് പിടിക്കാതെ, അതിനെ കൂട്ടിലടയ്ക്കാതെ ഇങ്ങനെ ഒരു സാധ്യത കൂടി പരീക്ഷൂടെ എന്ന് ആ ഉത്തരവിൽ എഴുതി വെച്ചു. അങ്ങനെയാണ് അരിക്കൊമ്പനെ വെടിവെച്ച് പിടിക്കാനും അതുപോലെ മൈക്രോഡ്യൂസാനും അതുപോലെ റേഡിയോ കോളർ ഇട്ട് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് പാർപ്പിക്കാനുമായിട്ടുള്ള ഒരു നീക്കം നടത്തി. അങ്ങനെ അരിക്കൊമ്പന്റെ ഒരു പുനരുജ്ജീവനത്തിന് വഴിവെച്ചത് റിവാൾഡോയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തീർച്ചയായും ബിജു പറഞ്ഞ പോലെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഏറെക്കാലം റിവാൾഡോയ്ക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്താണ് ബിജു. ഒരു സങ്കടകരമായ വാർത്തയാണ് നമ്മൾ പങ്കുവച്ചത്.